ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എള്ളുണ്ടയാണ്. അത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉരലിലിട്ട് ഇടിച്ചെടുത്ത് എള്ളുണ്ട തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ, എല്ലാവരുടെയെല്ലാം മിക്ക വീടുകളിലും കാണുന്നതാണ് അരകല്ല്, ഉരൽ, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ വെറുതെ കിടക്കുവാണ്. അപ്പം അതൊക്കെ ഒന്ന് കഴുകി പൊടി തട്ടി ഒന്ന് മിനുക്കിയൊക്കെ എടുത്ത് നമുക്ക് ഈ എള്ള് അതിലിടിച്ചെടുത്ത് എള്ളുണ്ട ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യം എള്ളൊന്ന് കഴുകി വെള്ളം ഒന്ന് വാർന്ന് പോകാനായിട്ട് വയ്ക്കാം. എള്ളുണ്ട തയ്യാറാക്കുന്നതിന് അധികം ചേരുവകളൊന്നുമില്ല. എള്ള്, ചക്കര, ചുക്ക്. എള്ള് ഞാനൊരു 1/2 കിലോ എള്ള് എടുത്തിട്ടുണ്ട്. ചക്കര, എള്ളിനൊപ്പം തന്നെ ചക്കരയും വേണം 1/2 കിലോ. 1/2 കിലോ എള്ളിന് 1/2 കിലോ ചക്കര ഉണ്ട്. ഇത് 400 ഗ്രാമിൻ്റെ ചക്കരയാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചൊരു 100 ഗ്രാം കൂടെ ഇതിനകത്തുനിന്ന് എടുക്കണം. വെള്ളമൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് വയ്ക്കാം. എള്ള് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലോ തുണിയിലോ ഇട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഈ എള്ളിട്ട് ഒന്ന് വറുത്തെടുക്കാം. എള്ള് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എള്ള് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കുക. ചൂടോടുകൂടി തന്നെ ഉരലിലേക്ക് ഇട്ട് കൊടുക്കുക. എള്ള് കൂടുതലായതുകൊണ്ട് 2ആയിട്ടാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നത്. ആദ്യം പതുക്കെ ഇടിച്ചെടുക്കുക. തെറിച്ചു പോകാതിരിക്കാനാണ് ആദ്യം പതുക്കെ ഇടിക്കേണ്ടത്. എള്ള് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. എള്ള് ഉരലിൽ ഇടിച്ചു തുടങ്ങുമ്പോഴേ തന്നെ ഒരു ചെറിയ എണ്ണമയം ഉണ്ടാകും. ആദ്യം ഇടിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് ഇടിച്ച് പൊടിച്ചെടുക്കുക. എള്ള് രണ്ടാമത്തതും പൊടിഞ്ഞിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചുക്ക് പൊടിച്ചെടുക്കുക. ചുക്ക് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതും പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചക്കര പൊടിച്ചെടുക്കുക. ചക്കര അഥവാ കരിപ്പെട്ടിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ ശർക്കരയല്ല. കല്ലും പൊടിയും ഒന്നും ഇല്ലാത്ത ചക്കരയാണ് എടുത്തിരിക്കുന്നത്. വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ചക്കര പാത്രത്തിലേക്ക് മാറ്റാം. പൊടിച്ചെടുത്ത എള്ള് ഉരലിലേക്ക് ഒന്നുകൂടി ഇട്ട് ചക്കരയും ചുക്കുപൊടിയും ചേർത്ത് ഇടിച്ച് മിക്സാക്കി എടുക്കുക. ഇത് എള്ളുപൊടിയായും എള്ളുണ്ടയാക്കിയും കഴിക്കാം. ചിലർ എള്ളുപൊടി ഉണ്ടാക്കുമ്പോൾ വേറെ ചേരുവകൾ ചേർക്കാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും എള്ള് കഴുകി ഉണക്കി വെച്ചിരുന്നാലും 1 സ്പൂൺ വീതം രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഈ പൊടിയോ എള്ളുണ്ടയോ കഴിക്കുന്നത് കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും കഴിക്കുന്നത് മുടി വളർച്ചയ്ക്കും രക്തക്കുറവിനും കാൽസ്യം കുറവിനും അത്യുത്തമമാണ്. പൊടിയെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഈ പൊടി ചെറിയ ഉരുളകളായി പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ഭാഗം എള്ളുണ്ടയാക്കി എടുത്തിട്ടുണ്ട്, ബാക്കി പൊടിയാക്കി എടുത്തിട്ടുണ്ട്. പ്രസവിച്ച സ്ത്രീകൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോന്ന് കഴിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും, BP കുറയ്ക്കും, എല്ലുകളുടെ ബലത്തിനും നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു.